നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറിയിലെ വെള്ളക്കോഴികൾ, പുള്ളിക്കോഴികൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുന്നേ ആയിരുന്നു. ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ മുട്ടയ്ക്കും വേണ്ടി ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾക്ക് കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബാച്ചിലും നമ്മൾ 7 എണ്ണം 8 ആണ് പെടക്കോഴികൾ കിട്ടൽ. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരുന്നിട്ട് ഒരു 14-15 മുട്ട ഇടുമ്പോൾ പൊരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബാച്ചിൽ ഇപ്പം 3 പെടയും 1 പൂവനും മാത്രമാണ് എടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ മാറ്റിയിട്ടുണ്ട് വേറെ സ്ഥലത്തേക്ക്. പൊരുന്നൽ മാറാന്ന് വെച്ചാൽ അവർക്ക് എടുക്കുന്ന കൂടുകൾ മാറ്റലാണ് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരം എടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 3 പെടയും 1 പൂവനും ഉണ്ട്. പ്യുവർ വൈറ്റ് എന്ന് വെച്ചാൽ ഒറിജിനൽ നാടനാണ് കേട്ടോ. ഏകദേശം ഒരു 9 മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഈ പൂവന്. പെടകൾ 8 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം അടുത്തത് വരുന്നത് വൈറ്റ് ടച്ച് കൂടിയ റെഡ് മെയിലാണ്. അതിലൊരു ഓറഞ്ചിൽ പുള്ളി, നെക്ക് ചാര, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്. അതിൽ അട ഇരിക്കുന്നുണ്ടോ കേട്ടോ, ഒരു പൊരുന്നേ തന്നെ അതെടുത്താൽ മുട്ട. മുട്ട എത്ര മുട്ട ഉണ്ട്? പൊട്ടിയുണ്ട് പോയി അതിനൊന്നും ചെയ്യില്ല. ആ പാത്രം എടുത്ത് തരാമായിരുന്നു കേട്ടോ. 3 മുട്ട ഉണ്ടല്ലോ. മുട്ട അതിൽ തന്നെ വെച്ചോ. അതിൽ 3 മുട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 4 കോഴിയുണ്ട്. അതിൽ 4 എണ്ണത്തിൽ 3 എണ്ണം മുട്ട ഇടണം അതിന് കേട്ടോ. ഒരാൾ ചിലപ്പം കുറച്ചും കൂടി വരുമ്പോഴത്തേന് മുട്ട ഇടും. റെഡ് പുള്ളി മുട്ട നമ്മൾ സെയിലിനുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 40 രൂപ വെച്ചിട്ടാണ് സെയിൽ കൊടുക്കുന്നത്. ഡയോൾഡ് കുട്ടികൾ 80 രൂപയും കുട്ടികളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഇന്നലെ വരെയുള്ള മുട്ട കൊണ്ടുപോയിരിക്കണം കേട്ടോ. ആ 3 മുട്ട കിടപ്പുണ്ട്. ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ ഇത് രണ്ടാമത്തെ കളിയിൽ ഇപ്പോൾ 4 പെടയും 1 പൂവനും കിടപ്പുണ്ട്. ഇതിലത്തെയും പെടകളെ മാറ്റിയിട്ടുണ്ട്. ഇത് വരുന്നത് നമുക്ക് ബ്ലാക്ക് പുള്ളിയിലുള്ള കേട്ടോ. ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലാക്ക്, നല്ല സൂപ്പർ മെയിലാട്ടത്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് പുള്ളികളും ബ്ലാക്ക് പുള്ളിപ്പെടകൾ, അതിലൊരു വൈറ്റ് ബ്ലാക്കുള്ള ഇതുകൊണ്ട് കേട്ടോ. ഒരു മുട്ട വല്ലതും കൊടുക്കണ്ടോ? മുട്ട കാണാൻ വെച്ചാൽ മുട്ട ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇട്ടുണ്ടാവും. 5 പെട ഉണ്ട് ഇതിൽ. 5 പെടയും 1 പൂവനാണ് ഇപ്പോൾ ഇതിലുള്ള. ബാക്കിയാണ്ട് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുതൽ വിരിഞ്ഞു തുടങ്ങി. 10 കുട്ടികൾ ഓൾറെഡി ഇപ്പോൾ ഡയോൾഡ് കൊടുത്ത് വിരിഞ്ഞതുണ്ട്. ഇനി അടുത്ത ബാച്ച് വരുന്നത് റെഡാണ് കേട്ടോ. റെഡ് മെയിലും കാപ്പിരികളും വരുന്നു. റെഡ് മെയിൽ ഒരു കാപ്പിരി വൈറ്റ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഒരു നെക്കണ്ണക്കൂട്ടാ. ഒരു 2 ആൾ മുട്ട ഇടുന്നുണ്ട്. 2 മുട്ട ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 4ാമത്തെ ബാച്ച് ഇതാണ്. ഇതിലൊക്കെ തന്നെ ഒരു 10ൻ്റെ മുകളിലേക്ക് വേറെ കോഴികളെ നമ്മൾ മാറ്റിയിട്ടുണ്ട് പൊരുന്നൽ മാറാൻ വേണ്ടിയിട്ട്. നമ്മളത് കൂടുക വെച്ചാൽ 1, 2, 3, 4 അങ്ങനെ 4 കള്ളിയായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. ബാക്കി എല്ലാവരും ഇത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ കൂടെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിൽ നിന്ന് ബാക്കിയുള്ള പൊരുന്നൽ മാറാൻ വേണ്ടി ഇട്ടിട്ടുള്ള കൂട്ടിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. ഒരു 9 ആൾക്കാർ ഇതിലുണ്ട്. അതിൽ കാപ്പിരിയും വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റിൽ ഓറഞ്ച് മിക്സ്, അതേപോലെയുള്ള കോഴികളൊക്കെ കേട്ടോ. ഇതൊക്കെ പൊരുന്നിട്ട് ഫുള്ള് കൂട്ടിലിങ്ങനെ അടകിടുന്നിട്ട് ബുദ്ധിമുട്ടിയാൽ കഴിഞ്ഞാൽ അപ്പം പിടിച്ചുമ്പോൾ മാറ്റണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ പൊരുന്നലൊക്കെ മാറി തുടങ്ങി. ഒരു 5 ദിവസം കൂടി ഇതിൽ കിടത്തി കഴിഞ്ഞാൽ
ക്ലിയർ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റിയിടും കേട്ടോ. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ മുട്ട വെച്ചിട്ട് ഇൻക്യുബേറ്ററിൽ വിരിയുന്നതുണ്ട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. നമ്മളത് അടുത്ത റൂമിലേക്ക് വെച്ചിടാം. ഇൻക്യുബേറ്റർ 3 ഉണ്ട്, തെർമോക്കോളിൻ്റെയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ മുട്ടകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങിയിരുന്നു കേട്ടോ. പൊട്ടാൻ പാടില്ല, പൊട്ടിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ തന്നെ ഒരു എല്ലാം റിസൾട്ടഡ് ആയിട്ട് തന്നെ കിടക്കുന്നത്. 35 എണ്ണത്തിൻ്റെ ആയിരുന്നു. അതിലിപ്പോൾ ഏകദേശം എത്ര വിരിഞ്ഞ് നോക്കട്ടെ. ഇപ്പോൾ ഇതിലിപ്പോൾ 8 കുട്ടികളുണ്ട്. 18 കുട്ടികളിപ്പോൾ ഓൾറെഡി വിരിഞ്ഞ്. 10 എണ്ണത്തിന് നമ്മളിപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ കൊണ്ടുപോയിട്ട് തിരുവെടുത്ത ഒരു ആൾ വന്ന് കൊണ്ടുപോയി. 8 എണ്ണത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ബ്രൂഡിങ്ങിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വിരിയാനും കുറേ കാണുന്നുണ്ട്. വിരിയാൻ എത്ര ഉള്ളതെന്ന് നോക്കണം. 17 എണ്ണം ഉണ്ട്. എന്നിട്ട് 35 എണ്ണം തന്നെ 5-6 എണ്ണം പൊട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ കഴിഞ്ഞ ബാച്ചിലത്തെ ഒരു കാപ്പിരിയിലെ കുറച്ച് ആകുമ്പോൾ ഒരു കാപ്പിരിനെ ഞാനിവിടെ ആ പുതിയ ബാച്ചിലേക്ക് കയറ്റാൻ വേണ്ടി ഇട്ടിട്ടുള്ള കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് തന്നെ, നല്ല ബ്ലാക്ക് പുള്ളിയിൽ കിടക്കുന്നു. സെറ്റായി കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ പുള്ളിക്കോഴികളുടെ കുഞ്ഞുങ്ങളെയും അതേപോലെ മുട്ടയും ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോട്ടത്ര ഫാം ആൻഡ് നഴ്സറി, പൊന്നാനി. നമ്പർ ചൂടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.